റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ഉറക്കിൽ നിന്നിട്ട് ഉണരുന്നു. പെട്ടെന്നാണ് ഉണരുന്നത്. അത്ഭുതപ്പെട്ടുകൊണ്ട് അപകടങ്ങളും അദാബുകളും ഇവിടെ ഇറങ്ങുന്നതായിട്ട് കണ്ടത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. അള്ളാഹു ഇറക്കിയതായ അദാബുകളും ശിക്ഷകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖസാഇനുകൾ, അനുഗ്രഹങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് റസൂൽ പറയുകയാണ്, ആരുണ്ട് ഇവിടെ സ്ത്രീകളെ ഉണർത്താൻ? പെട്ടെന്ന് ഓർമ്മ വന്നത്, അപകടം വരുമ്പോൾ സ്ത്രീകളെ ഉണർത്തി നിസ്കരിക്കാൻ, അള്ളാഹനെ സ്മരിക്കാൻ, അള്ളാഹനെ ഓർക്കാൻ, പേടിച്ച് അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ആരുണ്ട് അവരെ ഉണർത്താൻ എന്നാണ്. ശ്രദ്ധിക്കുക. അപകട മേഖലകൾ വരുമ്പോൾ ബാധ്യത, ആദ്യം ഓർക്കേണ്ടത് ബാധ്യതയാണ്. ആ ബാധ്യത നമ്മുടെ തലപ്പത്ത് കയറ്റിവെക്കപ്പെട്ട ബാധ്യത, അത് നിർവഹിക്കാൻ വേണ്ടി ഉണരാനാണ് അവിടെ കൽപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തെങ്കിലും അപകടം വരുമ്പോൾ ഉറക്കത്തിൽ നിന്നിട്ട് നാം ഉണർന്നാൽ പോരാ, മറ്റുള്ളവരെ ഉണർത്തണം. എന്തിനാണ്? അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ, അപകടത്തിൽ പെടാതിരിക്കാൻ. സ്വന്തം നഫ്സ് മാത്രമല്ല, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം എന്നാണ് അള്ളാഹ് കൽപ്പിച്ച ആ കൽപ്പന ഫിറ്റാക്കിയ ശൈലിയാണ് നാം കേൾക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉണർന്നിട്ട് അള്ളാഹനെ സ്മരിക്കാൻ, അള്ളാഹുനെ ഓർക്കാൻ, നമസ്കരിക്കാൻ, അള്ളാഹുനോട് കേണപേക്ഷിക്കാൻ അവർ ഉണരട്ടെ എന്നാണ് കൽപ്പിച്ചത്. അപകടം വരുമ്പോൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഇത്തരം അപകടങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാർഗം നമ്മുടെ കുട്ടികളെ, നമ്മുടെ സന്താനങ്ങളെ നോക്കൂ. നമ്മളോട് റസൂലുള്ള പറഞ്ഞ, നിങ്ങൾ ചെറുപ്പത്തിലെ 7 വയസ്സിലേ എന്ത് വേണം? കുട്ടികളെ എന്ത് വേണം? നിസ്കരിക്കാൻ കൽപ്പിക്കണം അല്ലേ? എന്ന് 10 വയസ്സായി കഴിഞ്ഞാൽ എന്ത് വേണം? ഫദ്രിബൂഹും അലൈഹ അല്ലേ? കുട്ടികൾ നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. ഇനി ഈ 10 വയസ്സ് വരെയുള്ളതായ 3 വർഷം ഒന്ന് കണക്കൂട്ടി നോക്ക് നിങ്ങൾ. 3 വർഷം ഓരോ നമസ്കാരത്തിൽ എണിക്കണോ, നിസ്കരിക്കണോ, പോടോ പള്ളിയിലേക്ക് എന്ന് പറയണമെന്നല്ല എന്നാണല്ലോ അർത്ഥം അല്ലേ? 5400 പ്രാവശ്യം 3 വർഷത്തിലൂടെ പറയേണ്ടി വരും. 5400 പ്രാവശ്യം കുട്ടിയോട് എണിക്കടാ, പോടാ പള്ളിയിലേക്ക് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, അള്ളാഹ് പറഞ്ഞ എന്താണ്? ഇത് റസൂൽ പറഞ്ഞ ശൈലിയാണ്. അള്ളാഹ് പറഞ്ഞത് വസ്തബിർ അലൈഹ, നിസ്കരിക്കാൻ ഉണർത്തിയാ പോരാ. പിന്നെയോ അവർ നിസ്കരിച്ചോ ഇല്ലേ, പോയോ പള്ളിയിലേക്ക് ഇല്ലേ, ഒന്ന് പിടിച്ചോ ഇല്ലേ, ഇതൊക്കെ സൂക്ഷിക്കണം, വീക്ഷിക്കണം, നോക്കണം, ശ്രദ്ധിക്കണം എന്നതാണ്. മനസ്സിലായില്ലേ? ഈ ബാധ്യത നാം ഗൾഫിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാര്യയുടെ തലപ്പത്ത് ആയി മാറുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ക്ലാസ് കേട്ട നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് ഒരാൾ 3 മണിക്ക് ഹറമിന്റെ പരിസരത്തിൽ വെച്ചിട്ട് ആ കോയിൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ കോയിനിൽ കൂടി ഇങ്ങനെ ഫോൺ ചെയ്യുന്ന കണ്ട വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആർക്കായി സന്ദർഭത്തിൽ വിളിക്കുന്നത്? പറഞ്ഞു, എൻ്റെ കുടുംബത്തെ നിസ്കരിക്കാൻ വിളിക്കാൻ. നമ്മളെക്കാളും മുമ്പാണല്ലോ അവിടെ നിസ്കരിക്കാൻ സ്വയം നിസ്കരിക്കാൻ ഉണർത്താണ് ഹറമിന്റെ പരിസരത്തിൽ. മൂപ്പര് ഉറക്കൊഴിഞ്ഞിട്ട് അതിനായി പോയിരിക്കുകയാണ്. അതും മലയാളിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജീവിക്കാൻ, ഈ പറഞ്ഞ അപകടത്തിൽപ്പെട്ടു പോകാതിരിക്കാൻ തീരുമാനിക്കുന്ന വ്യക്തി ഭാര്യയെ ഇവിടുന്ന് തന്നെ, ഗൾഫിലാണെങ്കിൽ താമസിക്കുന്നതെങ്കിലും അവളെ നിസ്കരിക്കാൻ ഉണർത്താൻ ഇവിടുന്ന് സാധിക്കും. ഇന്ന് അന്നുള്ള പോലെയല്ല, എത്ര എളുപ്പമാണ്, എത്ര ഈസിയാണ്. മൊബൈലിൽ കൂടി വിളിക്കാൻ, കുട്ടികളെ ഉണർത്താനൊക്കെ വളരെ സാധിക്കുന്ന അള്ളാഹ് ചെയ്തു തന്നതായ ഈ മാധ്യമങ്ങളൊക്കെ, ഈ അനുഗ്രഹങ്ങളൊക്കെ വളരെ വിശാലമാണ്. ഇതിനൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. കുല്ലുക്കും റാഇൻ വകുല്ലുൻ മസ്ഊലുൻ അൻ റഇയ്യതിഹി, ഓരോരുത്തരും ഭരണകർത്താവാണ്. റസൂലുള്ളാഹ് ഉപയോഗിക്കുന്ന ശൈലി കാണുക. കുടുംബ ബന്ധം ഇസ്ലാമിക രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി റസൂലുള്ളാഹ് നമ്മളോട് ബാധ്യത അർപ്പിക്കാൻ, നമ്മുടെ ബാധ്യതയെ നമ്മുടെ തലപ്പത്ത് കയറ്റി വെക്കാൻ ഉപയോഗിക്കുന്ന ശൈലി എന്താണ്? റായി എന്ന് പറഞ്ഞാൽ എന്താ? റായി എന്ന് പറഞ്ഞാൽ ആടുമേയ്ക്കുക എന്നുള്ള റായി എന്ന് മാത്രമല്ല, രാജാവിനും റായി എന്ന് പറയും. രാജാവ്, ഒരു ഭരണകൂടത്തിന്റെ തലവനും റായി എന്ന് പറയും. കുല്ലുക്കും റായിൻ, നിങ്ങൾ ഓരോരുത്തരും ആരാണ്? ഭരണകർത്താവാണ്. അവന്റെ ഭരണീയരെ കുറിച്ച് അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. ഫൽ ഇമാമു റായിൻ, ഇമാം റായിയാണ്. ആ ഇമാം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ തലവൻ. അവന്റെ ഭരണീയരെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. വൽ മർഅത്ത്, കൂട്ടത്തിൽ റസൂൽ പറയാണ്, അതിനു മുമ്പ് നമ്മളുടെ കുല്ലുക്കും റാഇൻ എന്നുള്ള തുടക്കത്തിൽ മനുഷ്യൻ അവന്റെ വീട്ടിൽ ബാധ്യത ഏറ്റെടുത്ത ആളാണ്. അവന്റെ ഭരണീയരെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവള് ഭരണകർത്താവാണ്, ഭരണം ഏറ്റെടുത്തവളാണ്. അവളുടെ ഭരണീയരെ കുറിച്ച്
അവളുടെ കീഴിൽ ജീവിക്കുന്നവരെ കുറിച്ച് അവളോട് ചോദിക്കപ്പെടും. വലദിഹി എന്ന് വേറെ റിപ്പോർട്ടിലുണ്ട്. അവന്റെ ഭർത്താവിന്റെ വലതിനെ കുറിച്ച്, മാലും അവന്റെ സമ്പത്ത്, അവന്റെ മക്കള്, അവന്റെ അഭിമാനം, ഇതൊക്കെ സംരക്ഷിക്കുന്ന ബാധ്യത ആരുടേതാണ്? പെണ്ണിന്റെ തലപ്പത്താണ്. അവളോട് ചോദിക്കപ്പെടും.